പ്രീ മെൻസ്ട്രൽ സിൻഡ്രം നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു 2 വീക്സ് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് അമിത ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, അമിത ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, അമിത കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു റെഗുലർ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ്, യോഗ, മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളൊക്കെ ആക്ടിവേറ്റ് ആകാൻ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും ഈ ഒരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രംസ് അല്ലെങ്കിൽ സിംറ്റംസ് ഓവർകം ചെയ്യാനായിട്ട് ഒരു ലേഡി മാത്രം വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമാവുകയില്ല. അപ്പൊ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ചുറ്റും നിൽക്കുന്നവരെ മനസ്സിലാക്കുക. അവൾക്ക് ഈ ഒരു സമയത്ത് ശരീരത്തിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് പല രീതിയിൽ പല പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രീ മെൻസ്ട്രൽ, എല്ലാ മാസത്തെയും ഈ ഒരു പ്രീ മെൻസ്ട്രൽ പീരീഡിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ വളരെ മാനസികമായിട്ടുള്ള ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജസിലേക്കൊക്കെ പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ വിവരം അറിയിച്ച് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഹോമിയോപ്പതിയിൽ വേണ്ട രീതിയിലുള്ള ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട്.